1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനം രേഖപ്പെടുത്തി പി.വി. അൻവർ എം.എൽ.എ. ചേലക്കരയിൽ നിന്നും ഇന്ന് ഉച്ചയോടെ ഒതായിലെ സ്വന്തം വീട്ടിലെത്തി വൈകിട്ട് 4:30ഓടെയാണ് ഒതായി മദ്രസത്തുൽ മുലിസിനിലെ ബൂത്ത് നമ്പർ 9-ൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ചേലക്കരയിൽ DMK മുന്നേറ്റമുണ്ടാക്കി. DMKയ്ക്ക് 5000 മുതൽ 10000 വരെയായിരുന്നു വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പോളിംഗ് ആരംഭിച്ചതോടെ 20000 വരെ വോട്ടുകൾ ലഭിക്കുമെന്ന് അൻവർ എം.എൽ.എ. പറഞ്ഞു. ഇത് കോൺഗ്രസിനെയോ CPM-നെയോ ബാധിക്കുമെന്നത് എന്റെ വിഷയമല്ല. ആർക്ക് ബാധിച്ചാലും എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് വോട്ട് കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ആശങ്ക ആളുകളുടെ വോട്ടിംഗ് പെർസെന്റേജ് ഇപ്പോഴും കുറച്ച് പുറകിൽ തന്നെ ഇങ്ങനെ സാഹചര്യം ഉണ്ട് എന്ന് പല പ്രവർത്തകരും DMK-യുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് സൂചിപ്പിക്കും. ഞാനത് 3 ദിവസം മുമ്പ് ചേലക്കരയിൽ നിന്ന് KPCC പ്രസിഡന്റ് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത് നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വിഷയമുണ്ട് സാറിൻ്റെ ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് എല്ലാം കുറയുന്നു പറഞ്ഞു. ഏകദേശം നമ്മൾ കിട്ടിയ വിവരം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രസംഗം. നമുക്ക് എന്താ പറയുക ഒരു പ്രയാസം തോന്നിയിട്ടുണ്ട്. ഭൂരിപക്ഷം കൂടും എന്താ തോന്നുന്നത്? അല്ല, അത് പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് ആ പാറ്റേൺ വ്യത്യാസം. അതൊരു പെർസെൻറ്റേജ് ഇവിടെ കൂടണമായിരുന്നു. കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. 5 ലക്ഷമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ രീതിയിൽ വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ. താങ്കൾ വയനാട്ടിൽ കൈപ്പത്തി ജയിപ്പിക്കാനും അവിടെ കൈപ്പത്തി തോൽപ്പിക്കാനുമാണ് ചേലക്കരയിൽ. പാലക്കാടിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അവിടെ ഫാസിസ്റ്റ് BJP സംവിധാനം കടന്നു വരുന്നത് തടയണമെന്ന പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം RSS-നും BJP-ക്കും എതിരെയുള്ള കേരളത്തിലെ CPM നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് RSS-നെ എന്താ പറയുക സഹായിക്കുന്ന സമീപനം. ആ സമീപനം നമ്മൾ അത്രയും ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം പിന്തുണ കൊടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാട് വന്നിട്ട് പിന്മാറണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞു. ഇത് പാലക്കാട് മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെ നിൽക്കുന്ന ആളാണ് നമ്മളെന്തായാലും 140 സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മളുണ്ടാകുന്നത്. ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ അടിയൊഴുക്കുണ്ട്. ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും 20000 വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം. 20000 വോട്ടിൽ പുറകിലേക്ക് പോകില്ല എന്നുള്ളത് 1000% കെട്ടിവെച്ച കാശ് പോകുന്നതാണ് LDF പറയുന്നത്. അല്ല, ഞാൻ ഫലത്തിൽ നമ്മുടെ ഫലം നോക്കിയാൽ പോലെ. അല്ലാതെ ആരെയും കൂടുതൽ ബാധിക്കും. അല്ല, ഈ ചേലക്കരയിൽ ആരെയെ ബാധിക്കും? അത് കൂടുതലായിട്ട് ആരെ ബാധിച്ചാൽ എന്താണ്? പക്ഷേ ഞങ്ങൾ പറഞ്ഞ ആശയത്തിൽ എത്ര വോട്ട് കിട്ടും, കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നറിയുക എന്നതിലപ്പുറം ആര് തോൽക്കുന്നു ആര് ജയിക്കുന്നു എന്നതല്ലല്ലോ അവിടുത്തെ വിഷയം. ആ ജയം കൊണ്ടും തോൽവി കൊണ്ടും ഒന്നും സംഭവിക്കാനില്ല ചേലക്കരയെ സംബന്ധിച്ച്. കാരണം ഒരു ഭരണമാറ്റം ഉണ്ടാവാനോ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാവാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ആശയപരമായിട്ടുള്ള ആശയങ്ങൾ തമ്മിൽ പോരാട്ടമില്ല. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ നെക്സസും തമ്മിൽ യഥാർത്ഥ പോരാട്ടം നടന്നത് ചേലക്കരയാണ്. നമ്മളെ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ വിഷയമാണ് അവിടെ ഉയർത്തുന്നത്. അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് ഈസ്റ്റ് ലൈവ്, എടവണ്ണ.